നമസ്കാരം. ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വം പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കാലെടുത്ത് വച്ചത് ജോത്സ്യനെ കൊണ്ട് സമയം കുറിക്കാതെയാണ് എന്ന് തോന്നുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി തോൽവിയുടെ ആറാട്ടാണ് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭൂജരായതിനു പിന്നാലെ ഡൽഹി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും തകർന്ന് തരിപ്പണമായി. അതായത് സീറ്റെല്ലാം BJPക്ക് അടിയറവ് വച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. എന്നിട്ടും അരിശം തീരാഞ്ഞിട്ട് ഗുജറാത്തിലും ചെന്ന് മത്സരിച്ചു. അവിടെയും പരാജയപ്പെട്ട് തോറ്റ് തരിപ്പണമായി. അവിടെ 0 കിട്ടിയില്ല. മറിച്ച് ഭാഗ്യം കൊണ്ട് കോൺഗ്രസിന്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് 1 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തകർച്ചയിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയത് BJPയാണ്. അവിടെയും BJPയുടെ മിന്നുന്ന വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വക അനുശോചനവും അർപ്പിച്ചിട്ടുണ്ട്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ ഈ വമ്പൻ വിജയം BJPക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഗുജറാത്തുമായുള്ള ബന്ധം എക്കാലവും ശക്തമാണെന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ജൂനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും 68 മുനിസിപ്പാലിറ്റികളിൽ 60ലും BJP മിന്നുന്ന വിജയമാണ് നേടിയത്. കൂടാതെ ഗാന്ധിനഗർ, കത്ലാൽ, കബദ്ഗഞ്ച് എന്നീ 3 താലൂക്ക് പഞ്ചായത്തുകളിലും BJP പിടിച്ചെടുത്തു. കോൺഗ്രസിന് 68 മുനിസിപ്പാലിറ്റികളിൽ 1 മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മുൻ വർഷങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന 15 മുനിസിപ്പാലിറ്റികൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി 2 മുനിസിപ്പാലിറ്റികളുടെ ഭരണം നേടിയിട്ടുണ്ട്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ 5 മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക്, അതായത് OBC ഉൾപ്പെടെയുള്ളവർക്ക് 27% സംവരണം എന്ന വമ്പൻ പദ്ധതി ഗുജറാത്തിലെ BJP സർക്കാർ നടപ്പിലാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഈ മിന്നുന്ന വിജയം എന്നുള്ളതും BJPയെ സംബന്ധിച്ച് വലിയ അംഗീകാരമാണ്. ഗുജറാത്തും BJPയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിയാത്തത് മാത്രമല്ല, അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ശക്തമായി വരികയാണ്. വികസനത്തിലും ജനസേവനത്തിലും പാർട്ടിക്കുള്ള ശ്രദ്ധയുടെ മറ്റൊരു തെളിവാണ് ഈ വിജയം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. BJP നേടിയ വമ്പൻ വിജയത്തെ കൂടാതെ കോൺഗ്രസിന്റെ വമ്പൻ തകർച്ചയ്ക്കും ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com